ആളുകളെ ചിരിപ്പിച്ചോണ്ട് ജനങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ പാസ് ചെയ്യുന്നതാണ് അവര്. സത്യം മാത്രമേ വിളിച്ചു പറയൂന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ സത്യം മാത്രമേ വിളിച്ചു പറയൂ അങ്ങനെ പറഞ്ഞിട്ടാണോ ചേട്ടാ ഒരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്തത്? സത്യമാണോ രേണുക? യെസ്. പുതിയ തലമുറയിലെ മാധ്യമ പ്രവർത്തകർ, നിങ്ങളൊക്കെ അതിൽപ്പെട്ട ആളുകളാണ് അല്ലേ? അതെ. അവരെ ഇപ്പോൾ ചെയ്യുന്ന ജോലി അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ യൂട്യൂബർമാർ, ബ്ലോഗർമാർ, അതേപോലെ ഓൺലൈൻ മീഡിയ. എനിക്ക് തോന്നുന്നു ആ ഓൺലൈൻ മീഡിയയിലൊന്നും ഈ അവതാരകർക്ക് ജേർണലിസം ഒന്നും കഴിയണം, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന പരിചയം, അല്ലെങ്കിൽ ആ ഒരു പഠനം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നമുക്ക് കുറച്ച് സംസാരിക്കാനുള്ള കഴിവും കുറച്ച് വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അറിവും ഉണ്ടായാൽ മതിയല്ലോ. അതായത് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്തിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്തവർക്ക്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉണ്ടായിട്ട് നമ്മള് സംസാരിക്കാൻ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു വിഷയത്തെ ജനങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നന്നായിട്ട് ആക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതിനെ കുറിച്ച് സംസാരിക്കാൻ അറിയുന്നവരാണെങ്കിൽ അവരും ജേർണലിസ്റ്റുകളാണ്. സിറ്റിസൺ ജേർണലിസ്റ്റും ആയിട്ട് അവർക്ക് നിൽക്കാമല്ലോ. ഓരോ ഓൺലൈൻ ചാനൽ തുടങ്ങി അവർക്ക് സ്വന്തമായിട്ട് ജേർണലിസ്റ്റായി പ്രവർത്തിക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അതെ. അപ്പൊ അങ്ങനെയാണ് പുതിയ തലമുറയിലെ മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ള പുതിയ തലമുറയിലെ മാധ്യമ പ്രവർത്തകയായ രേണുകയുടെ സങ്കല്പം. പക്ഷേ ഈ പറഞ്ഞു കേൾക്കുന്ന കഥകൾ, പ്രത്യേകിച്ച് ഈ ഒളിഞ്ഞുനോട്ടം, അവിഹിതം, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ ഈ മാധ്യമ മേഖല ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയാണോ? അതിപ്പോ ചേട്ടൻ പറഞ്ഞു വന്നത് ഇന്നലെ ആ ഇന്റർവ്യൂ അല്ലേ? ഇന്നലെ കുറെ കാലമായിട്ട് ഇങ്ങനെ പലതരത്തിൽ വിവാദങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയ കാണുന്ന ഒരുപാട്, ഇപ്പൊ ഓൺലൈൻ മീഡിയന്റെ ഒരു കാലഘട്ടം തന്നെയാണ്. ഇങ്ങനെ നോക്കുന്ന സ്ഥലത്ത് നിറയെ ഓൺലൈൻ മീഡിയാസ് ആണ്. അപ്പോ എല്ലാരെയും ഒന്നും നമുക്ക് അങ്ങനെ നല്ലൊരു സോഷ്യൽ മീഡിയ അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. അവതാരിക നൈനിഷ ഞാൻ വീഡിയോസ് കാണാറുണ്ട്. സുഹൃത്തല്ല, ഞാൻ വീഡിയോസ് കാണാറുണ്ട്. അവരുടെ ഇന്റർവ്യൂസും പ്രസന്റേഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ അവര് നന്നായിട്ട് ആ ഒരു എന്താ പറയാ ഇന്റർവ്യൂ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാ അവര് പറഞ്ഞതില്, അതായത് ഞാൻ പറയട്ടെ, അതൊക്കെ ഇന്റർവ്യൂ ഇപ്പം അവരാരെ ചെയ്യണം എന്ന് അവരുടെ മീഡിയന്റെയും അല്ലെങ്കിൽ അവർ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ ഇഷ്ടമാണ് അവരാരെ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളത്. ഇന്റർവ്യൂ ചെയ്തോട്ടെ, പക്ഷെ ഈ കുളിസിയും കണ്ട കാര്യമൊക്കെ ചോദിക്കാൻ ഒരു അവതാരക, കുളിസിയും നീ കണ്ടോന്ന് അങ്ങോട്ട് ചോദിച്ചല്ലോ. അതായത് എന്തൊക്കെയാണ് ഹോബീസ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോ എന്തൊക്കെയാ അങ്ങനെ എന്തോ ചോദിച്ചപ്പോ അതായത് ആ പയ്യൻ പറഞ്ഞ മറുപടിയാണത്. അപ്പോ പല വിഷയങ്ങളും ഇത്തരത്തില് ഭയങ്കര തമാശക്കാണല്ലോ അവര് എന്താ വെറൈറ്റി മീഡിയ. ഇത് തമാശയാണോ? അതല്ല തമാശ, ഞാൻ പറഞ്ഞു വന്നത് തമാശ അങ്ങനെയല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവര് അങ്ങനത്തെ കണ്ടന്റ് ആണ് ചെയ്യാറ്. അതായത് അതിഥിനോട് അവരുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കോമഡി എന്റർടൈനർ ആയിട്ടാണ്. അല്ല, ഞാൻ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും അവൻ ഒരു ആണിന്റെ നഗ്നത, അതൊക്കെ ശരി, അവൻ പറഞ്ഞതിൽ തെറ്റുണ്ട്. അവരങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് പറയട്ടെ, തമാശയായി കണ്ടെന്നല്ല. അവര് പൊതുവേ ചെയ്യുന്ന വീഡിയോസിന്റെ കണ്ടന്റ് അങ്ങനെയാണ്. ഭയങ്കര എന്റർടൈൻ ആയിട്ട് ആളുകളെ ചിരിപ്പിച്ചോണ്ട് ജനങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ പാസ് ചെയ്യുന്നതാണ് അവര്. അപ്പൊ അതുപോലെ ഈ വന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വിളിച്ചൊരു വ്യക്തി, ഇത് തമാശയാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോ ഞാൻ ചേട്ടനെ ഇന്റർവ്യൂവിന് വിളിച്ചു. ഞാൻ എന്തൊക്കെയാ ഹോബീസ് എന്ന് ചോദിച്ചാൽ ചേട്ടൻ പറയുമ്പോൾ എനിക്ക് ചാടി കയറി നീ അങ്ങനെയാണോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ആസ് എ ആങ്കർ എന്നുള്ള രീതിക്ക് എനിക്ക് ചൂടാവാൻ പറ്റുമോ? കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു അതിഥിനെ വിളിച്ചു കൊടുന്നിരുത്തിക്കുക. അപ്പൊ അതിന് അത് അതിഥി വലുതാണോ ചെറുതാണോ എന്നല്ല ഇവിടുത്തെ കാര്യം. വലുതാണോ ചെറുതാണോ എന്നല്ല. ഓക്കെ, അപ്പോ ആ ഒരു സ്ഥാപനം അവരുടെ സ്വന്തം സ്ഥാപനമല്ല. അവര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് ഒരു അതിഥിനെ വിളിച്ചു കൊടുന്ന അവരെന്ത് പറഞ്ഞാലും അതിനെ നല്ല രീതിക്ക്. രേണു ഇവിടുത്തെ സ്റ്റാഫാണ്. ഇപ്പം ഇവിടുന്ന് പറയാണ് നിനക്ക് കുറെ ക്വസ്റ്റ്യൻസ് എഴുതി തരികയാണ്, ഇതൊക്കെ അതിഥിയോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ നീ ചോദിക്കോ? പക്ഷെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ നീ അതിഥിയോട് നമ്മൾ പല സാധനങ്ങളും നമ്മൾ പറയും സ്ക്രിപ്റ്റഡ് ആണെന്ന്. പക്ഷെ ആ ഒരു ടോക്ക് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റഡ് അല്ല. കാരണം ഞാൻ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വൈറലാവും എന്നുള്ള രീതിക്ക് സംസാരിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ആ ഒരു വിഷയത്തെ അങ്ങനെ ആണോ എന്നുള്ള രീതിക്ക് അവര് സംസാരിച്ചു, കൈകാര്യം ചെയ്തു. അതിൽ തെറ്റുണ്ട്. ഞാൻ പൂർണ്ണമായും തെറ്റ് കാണുന്നത് ഈ അവതാരകയുടെ ഭാഗത്താണ്. അവരങ്ങനെ പറഞ്ഞു, അല്ല അവനങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോ അവരുടെ റിയാക്ഷൻ
ചിരിച്ച് അവര് അത് ഓക്കെ ശരി, അത് അവര് തമാശക്ക് എടുത്തു. അവര് ചോദിച്ചു ഓക്കെ അപ്പൊ ഒറ്റയ്ക്കാണോ പോവാറ് അതോ ആളുകളെ കൂട്ടുപിടിച്ചാണോ ഒളിഞ്ഞു നോക്കാൻ പോവാറ്? അത് അവൻ ചോദിച്ചൊരു ഫ്ലോക്ക് ആ ഒരു അവതാരിക സംസാരിച്ചു എന്നുള്ളത് തെറ്റാണ്. ആ തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് തെറ്റാണ്, അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പിറ്റേന്ന് അവര് വന്നിട്ട് സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത് തെറ്റാണെന്ന്. പക്ഷെ തെറ്റ് ഞാൻ അംഗീകരിച്ചു, പക്ഷെ പൂർണ്ണമായും ആ ഒരു അവതാരികനെ മാത്രമായിട്ട് തെറ്റ് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് വന്ന ഒരു ഗസ്റ്റ് ആണ്, അവരുടെ സ്വന്തം സ്ഥാപനമല്ല. പുതിയ തലമുറയിലെ ആ ഗസ്റ്റിനോട് മോശം ഞാൻ പറയട്ടെ, ആ ഗസ്റ്റിനോട് ആ സ്പോട്ടില് പറയട്ടെ, തമാശയല്ല, തമാശയാണെന്ന് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അതായത് തമാശ രീതിക്ക് അവർ സംസാരിച്ചെന്നാ പറഞ്ഞേ. ഇപ്പൊ ആ സ്പോട്ടിലെ അവതാരിക അവനോട് കയർത്ത് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ മോശമായി ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞ പാട് ചിലപ്പോ ആ മീഡിയയിലുള്ളവർ അവരോട് നീ എന്തിനാ ഇങ്ങനെ സംസാരിച്ചേ ചോദിച്ചിട്ട് വീണ്ടും അവർക്ക് വർക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ വർക്ക് എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തനമാണ്. ശരി, മാധ്യമ പ്രവർത്തനത്തിൽ നമുക്ക് ജീവിക്കണ്ടേ? പൈസ വേണ്ടേ? പൈസ കിട്ടുന്നില്ലേ? ചേട്ടന് പൈസ കിട്ടാൻ ചേട്ടൻ വെറുതെ മാധ്യമ പ്രവർത്തനം ചെയ്യോ? സത്യം വിളിച്ചു പറയാൻ വേണ്ടി മാത്രം. ഞാനൊക്കെ ആ പാഷനോട് കൂടി ഈ രംഗത്തേക്ക് വന്നു. അല്ലാതെ സാലറി ഇല്ലാണ്ട് വർക്ക് ചെയ്യും. എത്രയോ സ്ഥാപനങ്ങളിൽ സാലറി മുടങ്ങിയിട്ട് ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അത് കിട്ടാത്തോണ്ടെന്നല്ല, അത് സാലറി പ്രശ്നം വന്നപ്പോഴും ഞങ്ങൾ സാലറി ഇല്ലാതെ ജോലി സാലറി പ്രശ്നം വന്നോണ്ടാണ്. അല്ലാതെ എനിക്ക് സാലറി വേണ്ട, ഞാൻ സത്യം മാത്രമേ വിളിച്ചു പറയൂന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ സത്യം മാത്രമേ വിളിച്ചു പറയൂ അങ്ങനെ പറഞ്ഞിട്ടാണോ ചേട്ടാ ഒരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്തേ? സത്യമാണോ? അതായത് ഒരു സ്ഥാപനത്തിന് വരുമാനം ഇല്ലാണ്ടായപ്പോ അവര് സാലറി തരാതിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പണിയെടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിക്ക് നമ്മൾ വർക്ക് ചെയ്യും. വരുമാനം ഉണ്ടാക്കാൻ ഇതിൽ വലിയ പണികളൊക്കെ ചെയ്തൂടെ? അത്തരത്തില് വരുമാനം ഉണ്ടാക്കിയെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സ്വന്തം സ്ഥാപനമാണെങ്കിൽ ഓക്കെ, അവർക്ക് അവനെ ഇതാണ് പുതിയ തലമുറയിലെ ജേർണലിസ്റ്റുകളുടെ ഒരു നിലപാട്. അതായത് പറയാൻ പറ്റില്ല, അതിലുള്ള സത്യാവസ്ഥ കൂടി മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. കുളിമുറിയിലെ രംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ്, നല്ലതാണെന്ന് ഒരിക്കലും ഞാൻ എടുത്തു മഹാനാക്കുകയാണ്. മമ്മു അടുത്ത് പുണ്യാളൻ മമ്മുവായി നമ്മുടെ ഞാൻ മമ്മുവിനെ ന്യായീകരിച്ചിട്ടില്ല. എന്താ അവതാരികയുടെ പേര് നൈനീഷ്, അവരെ ന്യായീകരിച്ചിട്ടില്ല. ഒരു വിഷയത്തിന്റെ രണ്ട് ഭാഗവും മനസ്സിലാക്കണം, അത്രേ ഞാൻ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ കാണുന്ന ആളുകൾ മനസ്സിലാക്കും.